ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്ന് ചേരുവകൾ മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി പഞ്ഞി പോലത്തെ ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, വെറും 3 ചേരുവകൾ മതി. അപ്പോൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒന്നാമത്തെ ചേരുവക എന്ന് പറയുന്നത് ഈ ഒരു ബിസ്ക്കറ്റുകളാണ്. ഏകദേശം ഞാനൊരു 10നും 15നും ഇടയ്ക്കുള്ള ബിസ്ക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് തന്നെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തനി ചോക്ലേറ്റ് ഫ്ലേവറായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റും അതുപോലെ തന്നെ അല്പം ആരോ റൂട്ട് പോലത്തെ ബിസ്ക്കറ്റും ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരണം ആദ്യം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാറിനകത്ത് അടിക്കായിരിക്കും നല്ലത്, എന്നാലാണ് നമുക്ക് നല്ല പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെയും അതുപോലെ ആരോ റൂട്ട് ബിസ്ക്കറ്റിൻ്റെ ഒക്കെ മിക്സ് ആയിട്ട് എടുത്തത് കൊണ്ടാണ് ഇതൊരു തനി വെള്ളയും തനി ചോക്ലേറ്റ് കളറും ആവാതെ വന്നത്. നിങ്ങളെടുത്തിരിക്കുന്നത് നല്ല ചോക്ലേറ്റ് മാത്രമുള്ളതാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ചോക്ലേറ്റ് പൗഡർ പോലെ, അതായത് നമുക്ക് കൊക്കോ പൗഡറൊക്കെ പോലത്തെ ആ ഒരു കളറ് കിട്ടും. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ബിസ്ക്കറ്റ് ഈ ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം എന്തെങ്കിലും ബിസ്ക്കറ്റ് അടിഞ്ഞ് കെടുക്കാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റി നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റുവാണെങ്കിൽ അടിക്കുക, അല്ലെങ്കിൽ ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പോളം ഉള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് തിളപ്പിച്ച് ചൂട് ആറിയിട്ടുള്ള പാലാണ്. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് ആദ്യമേ തന്നെ മുഴുവൻ ഒഴിക്കുന്നില്ല. നമുക്ക് ആദ്യം ഒരു 1/2 കപ്പോളം ഒഴിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ആ ഒരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമുക്ക് ഈ പാല് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. പക്ഷേ ഇതിൻ്റെ അവസാനം ഞാൻ കറക്റ്റ് ഈ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 13 ബിസ്ക്കറ്റിന് ഞാൻ എടുത്തിരിക്കുന്ന പാലിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 കപ്പോളം ഉള്ള പാലാണ്. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. അതുപോലെ നിങ്ങളോടൊക്കെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു പുതിയ ചാനലും കൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മംസ് ഡെയിലി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള ചാനലാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഉള്ള എന്താ പറയുക കുക്കിംഗ്, ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കൊച്ചു എന്താ പറയുക നുറുക്ക് വിദ്യകൾ അങ്ങനത്തെയൊക്കെയുള്ള ഒരു ചാനലാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാവുന്ന ഒരു ചാനലാണ്. നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണുക. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആ വീഡിയോയിലോട്ട് പോവാനും വീഡിയോസ് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങളൊന്ന് പോയി നോക്കുക, കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു ചേരുവയും കൂടെയാണ് വേണ്ടത്. അതെന്ന് പറയുന്നത് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ്. നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇതും അല്ലാന്നുണ്ടെങ്കിൽ ഈനോ സോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മേടിക്കാൻ കിട്ടും. അതാണെന്നുണ്ടെങ്കിലും മതി. നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് നല്ല ഫ്ലഫി ആയിട്ട് വരാനും സോഫ്റ്റ് ആയിട്ട് വരാനും ഒന്ന് വീർത്ത് വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഈനോ സോൾട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഫ്ലേവർ ഇല്ലാത്ത ഈനോ സോൾട്ട് മേടിക്കണം. അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഈനോ സോൾട്ട് മേടിക്കുക. അപ്പോൾ മേടിച്ചതിന് ശേഷം ഈ ഒരു പൗഡർ ബേക്കിംഗ് പൗഡർ ഇട്ടതിന് ശേഷം ഞാൻ ഒരു സൈഡിലോട്ട് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനിന്നിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മളിന്ന് ഓവൻ വെച്ചിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ നമ്മൾ അടുപ്പിൽ ഒരു പാത്രത്തിനകത്ത് ഇറക്കി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനെടുത്തിരിക്കുന്ന ഈ ഒരു കേക്ക് ടിന്ന് ഞാൻ ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബട്ടർ വെച്ചിട്ടോ ഓയിൽ വെച്ചിട്ടോ ഗ്രീസ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു ലൈനർ വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈനർ വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കത് അടിയൊന്നും ഒട്ടും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ലൈനർ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈനർ വെക്കുന്നതിന് മുൻപും അല്പം എണ്ണ തടവി കൊടുക്കുക, വെച്ചതിന് ശേഷം എണ്ണ തടവി കൊടുക്കുക. അതുപോലെ തന്നെ പാത്രത്തിൻ്റെ സൈഡുകളിലും കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പോളയൊക്കെ കാണാം. അതെന്ന് പറയുന്നത് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തത് കൊണ്ടാണ് അതവിടെ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കേക്ക് ഈ ഒരു ടിന്നിലോട്ട് ഒഴിക്കാം. പിന്നെ നമുക്ക് ഏത് ടിന്ന് വേണമെങ്കിലും എടുക്കാം. സ്റ്റീലിൻ്റെ ടിന്ന് എടുക്കാം, ഗ്ലാസ് ബൗളിൻ്റെ ടിന്നൊക്കെ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബൗളൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു കേക്ക് ടിൻ വേണമെന്ന് ഒരു നിർബന്ധമില്ല.
അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കേക്ക് ടീൻ അല്പം വലിപ്പം കൂടിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെ കുഴിഞ്ഞിട്ടുള്ള കേക്ക് ടിൻ അല്ല, ഇത് ഇച്ചിരി പരന്നിട്ടുള്ള കേക്ക് ടിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്വാണ്ടിറ്റി വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇതിങ്ങനെ പരന്നിട്ടാണ് വരിക ഈ കേക്ക്. അപ്പോൾ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം, ഇതിനകത്ത് ലെയർ ബബിൾസ് എന്തെങ്കിലും പോവാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ ഈ പാത്രം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റോളം സമയമെടുത്ത് ചൂടാക്കിയതിന് ശേഷം ഞാൻ തുറന്ന് ഇതിൻ്റെ ഈ പാത്രത്തിനകത്തോട്ട് ഒരു വയർ റാക്ക് പോലെ ഒരു റാക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് ടിന്നും വെച്ചിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെയുള്ള ആ ഒരു സമയത്തിലാണ് നമുക്കിതായി കിട്ടുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടോ നമ്മുടെ കേക്കൊക്കെ ഇങ്ങനെ ആ ഒരു ഫോമിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ബാക്കിയുള്ള സമയത്തിനൊന്ന് ആക്കി ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴും പുറമേ ഇച്ചിരി ഹാർഡായിട്ടുണ്ടെന്നേ ഉള്ളൂ, ആകെ ഒട്ടും വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുക, നമ്മുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊരു ടൂത്ത് പിക്കർ എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്നും കൂടെ കാണിക്കാം ടൂത്ത് പിക്കർ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ടൂത്ത് പിക്കർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്കൊരു സ്പൂണോ കത്തിയൊക്കെ എടുക്കാം. എന്നിട്ട് ഒന്ന് നടുവേ ഒന്ന് കുത്തിയിട്ടൊന്ന് എടുത്ത് കഴിയുമ്പം നല്ല ക്ലീൻ ആയിട്ട് ഇതുപോലെ വരണം. അതിനർത്ഥം ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ നേരം നമ്മുടെ കേക്കിൻ്റെ പുറത്തൊഴിക്കാനുള്ള ഒരു സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ബൗള് ഈ പാത്രത്തിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇതിന് ഡബിൾ ബോയിലർ എന്നാണ് പറയുക. അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവക എന്ന് പറയുന്നത് ഈ ഒരു ചോക്ലേറ്റ് വേണം. ഇപ്പം ഞാനിവിടെ 100 ഗ്രാമുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്ലെയിൻ ചോക്ലേറ്റ്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഡയറി മിൽക്ക് ആണെന്നുണ്ടെങ്കിലും അതാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അത് ഇങ്ങനെ ഇന്ന ചോക്ലേറ്റ് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചോക്ലേറ്റ് ഞാനിതുപോലെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇങ്ങനൊന്നും വേണം എന്നൊന്നുമില്ല. ഞാൻ പിന്നെ ഇച്ചിരി ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ നമ്മൾ ചോക്ലേറ്റ് ഗിനാച്ചി എന്നാണോ അങ്ങനെ ഒരു സോസ് പോലെ ഒരു ഇച്ചിരി ഗ്ലേസിങ് ഒക്കെ വരുന്ന ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കേക്കൊക്കെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു കേക്ക് ഇതുപോലെ ഒരു റാക്കിൽ ഒരു വയർ റാക്കിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഇതിൻ്റെ മേലെയാണ് നമ്മൾ ആ ഒരു സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സോസ് ഒഴിക്കുമ്പം ആ പ്ലേറ്റിലോട്ട് വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ബട്ടർ ലൈനർ എടുത്ത് നോക്കി. നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാണ്. കേക്ക് മാത്രം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പ്രൊസീജിയർ മാത്രം ചെയ്താൽ മതി. ഞാനിന്നിപ്പോൾ ഇച്ചിരി ഭംഗിയാക്കാമെന്ന് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ചെറുതായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതും തിളപ്പിച്ച് ആറിയിട്ടുള്ള പാലാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം ഉള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നോക്കിക്കുക, നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായി ആ പാലിൽ അലിഞ്ഞു. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലാണ് അതൊന്ന് തിക്കായിട്ട് വരിക. അപ്പോൾ ചോക്ലേറ്റൊക്കെ നല്ല തിക്കാവാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ചേർക്കുമ്പോൾ അൺസോൾട്ടഡ് ആയിട്ട്, അതായത് ഉപ്പില്ലാത്തുള്ള ബട്ടർ ചേർക്കാൻ നോക്കുക. ഇനിയിപ്പോൾ സോൾട്ടഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ഒരു ഉപ്പിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ മേലെ നമ്മൾ ഈ ഒരു സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. കേക്ക് പിന്നീട് ഇപ്പോൾ ആ ഒരു ആഴ്ചയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇത് 100 ഗ്രാമിന് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്കിത് ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യാം. 50 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ട് പിന്നെ അതനുസരിച്ചിട്ടുള്ള പാൽ, അതായത് ഒരു 1/4 കപ്പിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലുള്ള പാലാണെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഈ ഒരു സോസ് ഇവിടെ റെഡിയാണ്. അത്യാവശ്യം തിക്കൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കുന്തോറും ഇച്ചിരി തിക്കാവും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി അങ്ങ് കട്ടയാക്കാതിരുന്നത്. ഇനി ഇതുപോലത്തെ ഒരു ബൗളിനകത്തോട്ട് ഞാൻ ഈ ഒരു സോസ് മാറ്റുന്നുണ്ട്. അപ്പോൾ സോസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നോക്കിക്ക് നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഈ കേക്കിന് മേലേക്കോടെയാണ് ഞാൻ ഈ ഒരു സോസ് ഒഴിക്കുന്നത്.
അതുപോലെ തന്നെ ഞാൻ അല്പം ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ എടുത്ത ചോക്ലേറ്റിൽ നിന്ന് ഒരു 3-4 കഷ്ണം മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോസ് ഒഴിക്കുന്നതെന്ന് നോക്കാം. സോസ് ഞാൻ ഒഴിക്കുവാണ്. അപ്പോൾ സോസ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലേറ്റ് താഴെ വെക്കണം. പിന്നെ ഇതുപോലത്തെ വയർ റാക്ക് വേണമെന്നൊന്നുമില്ല. നമ്മളൊരു പ്ലേറ്റ് എടുക്കുക, അതിൻ്റെ മേലെ നല്ലൊരു ഗ്ലാസ് വെക്കുക, നല്ല ഉയരമുള്ളൊരു ഗ്ലാസ് വെക്കുക. അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഈ കേക്ക് ഒന്ന് അതിൻ്റെ മേലെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് എല്ലായിടത്തും നന്നായിട്ടൊന്ന് ആകത്തക്ക രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം, ഒന്ന് പരത്തി കൊടുക്കാം. ഞാൻ അല്പം കൂടെ ഈ ഒരു സോസ് ഒഴിക്കുന്നുണ്ട്, ആ സൈഡിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ സോസൊക്കെ ഒഴിച്ചിട്ടുള്ള നമ്മുടെ കേക്ക് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല ഗ്ലേസിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കേക്കൊന്ന് ഈ ഒരു സോസ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് കേക്കിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഈ കേക്കിൻ്റെ തന്നെ ഇപ്പോൾ ഈ മുകളിലത്തെ ഭാഗം ഒന്ന് എന്താ പറയുക ചെത്തിയെടുത്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു ക്രംസ് പോലെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ടാണെങ്കിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ ഒരു ഷേപ്പില്ലാതെ വന്നിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കേക്കിൻ്റെ പീസ് നമുക്കൊന്ന് ചെറുതായി പൊടിച്ചിട്ടാണെങ്കിലും ഇതുപോലെ മേലെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ എല്ലാ സൈഡുകളിലും നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചൊട്ടിച്ചൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിനി ഇതിൻ്റെ അല്പം നടുക്കിലും കൂടെ ഈ ഒരു ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഈ ഒരു ചെറി ഉണ്ടല്ലോ, റെഡ് ചെറി, അതും വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലൂബെറി അങ്ങനെയൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വെച്ച് കൊടുക്കാം. ഇനി അല്പം തേങ്ങയാണെന്നുണ്ടെങ്കിലും, അതായത് ഫ്രഷ് ആയിട്ടുള്ളതല്ല, ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും, അങ്ങനത്തെ ഒക്കെ ആ ഒരു മോഡലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ഇതുപോലെ തന്നെ മേലെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡിയാണ്. നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒന്നാണ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസ്ക്കറ്റും പാലും ബേക്കിംഗ് പൗഡർ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഇനോ സോൾട്ട്, ഈ 3 ചേരുവകൾ വെച്ചിട്ട് നല്ലൊരു സൂപ്പറായിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയാണ്. ഇത് നല്ല സോഫ്റ്റാണ് താനും കഴിക്കാനായിട്ട്. ഇപ്പം ലോക്ക്ഡൗണൊക്കെയാണ് എല്ലായിടത്തും. അപ്പം നമുക്ക് കടകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്നതിനും പരിമിതികളുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും അഭിപ്രായം അറിയിക്കുക. പിന്നെ ഈ കേക്ക് ഞാൻ എടുത്ത് പറയുകയാണ്, കേക്ക് ടിന് വേണമെന്ന് ഒരു നിർബന്ധമില്ല. അതിന് പകരം ഏതെങ്കിലും ഒരു സാധാരണ ഒരു പ്ലേറ്റിലാണെങ്കിലും ഒരു ബൗളിലാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.